വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം മുൻ മന്ത്രി ജി സുധാകരൻ നടത്തിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ക്രിമിനൽസ് രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാഷ്ട്രീയക്കാരുടെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെയും ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളും ആകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്വഭാവ ശുദ്ധിയാണ് വേണ്ടതെന്നും ജി സുധാകരൻ അഭിപ്രായമുണ്ട്. ഉണ്ടാവേണ്ട മുഴുവൻ സ്വഭാവശുദ്ധി അതൊന്നും വലിയ വിലയില്ലാത്ത കാലമാണ്. ശുദ്ധിയത്തെ സ്വഭാവം സ്ഥാനമാനങ്ങളാണ്, പ്രോട്ടോക്കോളാണില്ല. ഒരു അനുശോചനം നടത്തിയാൽ പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഔദ്യോഗിക മീറ്റിങ്ങിനെ ഉള്ളൂ, അല്ലാതൊന്നും പ്രോട്ടോക്കോളുമില്ല. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഏത് സാഹചര്യത്തിലാണ് മുൻമന്ത്രി ജി സുധാകരൻ ഇത്തരം ചില പ്രസ്താവനകൾ നടത്തുന്നത്? അദ്ദേഹം ചില ഒളിയെ അമ്പുകൾ ഇതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ആരെയാണ് ഇതിലൂടെ ഈ വിമർശനത്തിലുള്ള ലക്ഷ്യം വയ്ക്കുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? SK ഇന്നലെ ചെങ്ങന്നൂരിൽ മുൻ MLA KK രാമചന്ദ്രൻ നായർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ജി സുധാകരൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട് എന്നുള്ള പരാമർശം, അങ്ങനെ ഒരു പദപ്രയോഗം അദ്ദേഹം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. CPIM-ൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട് എന്നുള്ള പദപ്രയോഗം അദ്ദേഹം നടത്തുന്നത് പുതിയതായിട്ടല്ല, അല്ലെങ്കിൽ ഇത്തവണ അത് CPM-ൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സാംസ്കാരിക സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട ഒരാൾക്ക് അവിടെ റോളില്ല, യാതൊരു പരിഗണനയുമില്ല. പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു, ഇന്ന് അങ്ങനെ അല്ല എന്നൊരു വലിയ വിമർശനമുണ്ട്. നമുക്കറിയാം, ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം CPIM-ൽ ജി സുധാകരനും സജി ചെറിയാനും തമ്മിൽ രണ്ട് പക്ഷത്താണ്, രണ്ട് തട്ടിലാണ്. ജില്ലയിലടക്കം ഉള്ള വിഭാഗീയതയിൽ ജി സുധാകരൻ അനുഭാവം പുലർത്തുന്നത് സജി ചെറിയാൻ എതിർപക്ഷത്ത് ഉള്ള ഗ്രൂപ്പിനോടാണ്. നേരത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിൽ പോലും മന്ത്രി സജി ചെറിയാനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നു. MD വാസുദേവൻ നായരെ വിമർശിച്ച വിഷയത്തിലടക്കം അദ്ദേഹം ആ കാര്യം തുറന്നു പറഞ്ഞിരുന്നു. MD വാസുദേവൻ നായരെ ആദ്യം വിമർശിച്ചത് മന്ത്രി സജി ചെറിയാനാണ്. അതുപോലെ തന്നെ സജി ചെറിയാനെ പറ്റി തന്നോട് ചോദിക്കാൻ എന്ത് പ്രാധാന്യമാണുള്ളത്, ഏത് ചെറിയാൻ എന്ന രീതിയിലുള്ള വലിയ വിമർശനം അദ്ദേഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഹാസം അദ്ദേഹം ഉയർത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ പരിപാടികളിൽ ഒന്നും അറിയാത്ത ആൾ ഉദ്ഘാടകനാകുന്നു എന്നുള്ള ഒരു ഒളിയമ്പ് അത് തീർച്ചയായും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെയാണ്. ഇനി അത് തന്നെയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് മുൻ മന്ത്രി ജി സുധാകരൻ തന്നെയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രോട്ടോക്കോളും സ്ഥാനമാനങ്ങളുമാണ്. പക്ഷേ ഈ പ്രോട്ടോക്കോൾ അത് സർക്കാർ പരിപാടികൾ മാത്രമാണെന്ന് മനസ്സിലാക്കണമെന്ന മുന്നറിയിപ്പും വിമർശനവും കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.